സകലതും ഓർത്തു വയ്ക്കപ്പെടും, സകലതിനെ കുറിച്ചും ഓർത്തു വയ്ക്കപ്പെടും. നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, നിങ്ങളുടെ തോക്കുകൾ കൊണ്ട്, നിങ്ങളുടെ ലാത്തികൾ കൊണ്ട് നിങ്ങൾ കൊന്നൊടുക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഈ ഹൃദയം പുകഞ്ഞു തന്നെ ഇരിക്കപ്പെടും. സമാനതകളില്ലാത്ത വംശഹത്യയാണ് ഗാസയിൽ നടക്കുന്നത്. കൊല്ലപ്പെട്ടവരുടെ പട്ടികയിലെ 18,000 കുട്ടികളുടെ പേരുകൾ വായിച്ച സാംസ്കാരിക കേരളം ആ വംശഹത്യക്കെതിരെ ശബ്ദമുയർത്തി. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിക്കുമ്പോൾ പലരുടെയും തൊണ്ടയിടറി. മനുഷ്യരാശിക്ക് മുഴുവൻ ഗുണം ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ നമ്മളിങ്ങനെ വായിക്കപ്പെടുന്നത് സത്യത്തിൽ നമ്മൾ എത്ര ഭാഗ്യം കേട്ടവരാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പേരുകളുടെ ലിസ്റ്റുകൾ നമുക്ക് വായിക്കാൻ ഇടയാകാതിരിക്കട്ടെ. എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന കൂട്ടായ്മയിൽ എഴുത്തുകാരൻ NS മാധവൻ, മാധ്യമപ്രവർത്തകൻ ശശികുമാർ, ഗായിക സിത്താര കൃഷ്ണകുമാർ, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങി നിരവധി പേർ പങ്കാളികളായി. വളരെയധികം തകർന്നുപോയ പാലസ്തീനിൽ വളരെ വിദൂരത്തിലുള്ള സേഫായിട്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അപ്പോൾ പാലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓർക്കാവുന്നതാണ്. ജമാൽ ഉദയ് ഇബ്രാഹിം അൽ സയ്യിദ്, ദാവൂദ് അഹമ്മദ് ദാവൂദ് ഷമാലി, റോസ് അബ്ദുൽ അസീസ് മുഹമ്മദ് അൽ ഗുൽ, മറിയം നൂർ അൽദീൻ വയീൽ ദബ്ബാൻ, ഹസൽ അബ്ദുൽ അസീദ് മുഹമ്മദ് അൽ മഖാത്മ, ലുവേ ബഹ മാഹിർ അൽ അനസി, ഗുദ്സ് ഫൂദ് മുസ്തഫ അല്ലാവ്. അടുത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾ 1, 2, 3 വയസ്സായ പിഞ്ചു ഹൃദയങ്ങൾ തൊട്ട് 5, 6, 7, 8, 9, 10 ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികളെ പറ്റിയാണ് നമ്മൾ ഇവിടെ ഓർക്കുന്നത്. ചിന്താരവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്ന് ഓരോ ജില്ലയിലും സംഘടിപ്പിക്കുന്ന ഗാസയുടെ പേരുകൾ കൂട്ടായ്മയിലൂടെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധ ശബ്ദമുയരും. കൈരളി ന്യൂസ്, കൊച്ചി.